ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ഇന്ന് പാറമടയിൽ മീൻ പിടിക്കാൻ നിൽക്കുകയാണ്. ഇന്നിപ്പോൾ റമദാൻ മാസം കഴിയപ്പോൾ ഇടയ്ക്ക് വൈകുന്നേരം മീൻ പിടിക്കാൻ വരെ ഇറങ്ങിയിട്ട് നോമ്പൊക്കെയാണ്. അപ്പോൾ സമയം പോകാൻ വേണ്ടി വരും. അപ്പോൾ നമ്മളിന്ന് എടുത്തേണത് ഫ്രോഗാണ്, സ്റ്റിക്കും ഫ്രോഗും. ഇവിടെ ചേർമീനൊക്കെ ഉണ്ട്. അപ്പോൾ അടിക്കുന്നുള്ള പ്രതീക്ഷയിൽ ഒന്നാണ്. അപ്പോൾ വീട്ടിൽ നമ്മൾ ഫസ്റ്റ് എറിയാൻ പോട്ടോ. നമ്മൾ അങ്ങോട്ട് എറിയാം. കാറ്റുള്ളതുകൊണ്ട് ദൂരത്തേട്ട് പോല. അങ്ങോട്ട് ചോ. പായലിട്ടി പായൽ. ഈ സാധനം മാത്രമല്ല, ഞങ്ങൾ ഇറച്ചുകൊണ്ട് എടുത്താർന്ന്. പിന്നെ കുപ്പിയിൽ അങ്ങനെ ദൂരത്തേട്ട് ഇറങ്ങി അങ്ങനെ മീൻ പിടിക്കാൻ വേണ്ടി എടുത്താർന്ന്. അപ്പോൾ ഇറച്ചുകൊണ്ട് കാണിച്ചു തരാം. ദേ അതിൻ്റെ ഇത് കാണിച്ചാൽ ഒക്കെ കാണിച്ചതേ. നമ്മൾ കോഴിയുടെ കുടലാണ് ഇതാണ്, കോഴിക്കുടൽ. ഇതിട്ട് നല്ല റിസൾട്ട് ഉണ്ടാവും, നല്ല അടി. ചിലപ്പോൾ ഇതിപ്പോൾ തന്നെ കിട്ടുമായിരിക്കും. എറോടാ ഇതേറിയ കേട്ടോ, അത്യാവശ്യം. ഓ മേത്തുള്ള ചേട്ടാ, നമ്മൾ ഇട്ട് വയ്ക്കുകയാണ്. ഇപ്പം മീൻ അടിക്കുകയാണെങ്കിൽ ഇതേ ആ പൊങ്ക് ഇങ്ങനെ വലിയോ അങ്ങനെ അടിയിലിട്ട് വാങ്ങുന്നത് കാട്ടും. ഇത് ചുമ്മാ കല്ലിൻ്റെ വെള്ളം ഇങ്ങനെ വെച്ച് എല്ലാ പ്രാവശ്യം ഇങ്ങനെ വരാറുള്ള കേട്ടോ. ഇടയ്ക്ക് എല്ലാം ചിന്ന ഇറങ്ങി സ്കൂളൊക്കെ അടിക്കുമ്പോൾ. അപ്പോൾ ഒരാവശ്യം കിട്ടിയതാ, അടിച്ച് വലിച്ച് ഈ ചൂണ്ടയുടെ വള്ളി ചെയ്ത് പൊട്ടിപ്പോയി. പിന്നെ ഇപ്പോൾ കിട്ടാറില്ല. അതുകൊണ്ടാണ് ഇതിനെ ഇടയ്ക്ക് അറ്റത്തേട്ടൊക്കെ കുപ്പിയുടെ ആ ഭാഗത്തൊക്കെ ഇങ്ങനെ അടിക്കുന്ന കാണാം. ചില സമയത്ത് അവിടെ പൊങ്ങും. അങ്ങനെ അത്യാവശ്യം വലിയ വലിയ മീനുകളൊക്കെ ഉണ്ട് ഇവിടെ. വീഡിയോ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യുക. അതേപോലത്തെ പുതിയ വീഡിയോ ഇട്ട് പിന്നെയും വരും. ഇപ്പോൾ മഞ്ഞ കാറ്റാണ് ഈ സ്ഥലത്തൊക്കെ. ഇത് ഫുൾ പാറ. എത്ര നല്ല ഈ താഴത്തുനിന്ന് അല്ലാണ്ട് മേളിലത്തെ കുറേ വ്യൂ ഉണ്ട്. അത് നമുക്ക് പോയി കാണാം. ഫുൾ ഇങ്ങനെ ആൾക്കാരെ ഇടയ്ക്ക് ഇങ്ങനെ മീൻ പിടിക്കാൻ വരാറുള്ള കാരണം കാടൊന്നുമില്ല. ഇവിടെയൊക്കെ പണ്ടൊക്കെ കാടായിരുന്നു. ഇത് ഇങ്ങനെ മേളിൽ നിന്ന് വരുമ്പോൾ നല്ല നല്ല ഇത് കിട്ടും. ഞാൻ മേളിലെത്തുമ്പോൾ കാട്ടിത്തരാം. ദേ ഇവിടെ ഇറങ്ങാൻ പറ്റും. ഇവിടെ നിന്നും കാണാം അത്യാവശ്യം എല്ലാം ഫുള്ള്. ഇവിടെ നോക്കിയാൽ എല്ലാ വ്യൂവും കാണാം അവിടുത്തെ. ദേ ക്യാമറ അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു പാറ അവിടെയാണ്. ഇവിടെ കുളിക്കാനൊക്കെ വരും കേട്ടോ. ഇടയ്ക്ക് ഈ കുളിക്കാൻ വരുമൊക്കെ ചെയ്യും. ഫുൾ നീല കളർ വെള്ളം. ദേ ക്യാമറയിൽ കാണാൻ പറ്റുമോ അറിയില്ല. കായലിൽ എങ്ങനെയാണോ അതുപോലെ തന്നെ. അത്യാവശ്യം നല്ല താഴ്ചയുള്ള ഇതാണ്. പണ്ടൊക്കെ ഇവിടെ വെള്ളം ഉണ്ടായില്ല. ഇവിടെ പാറ പൊട്ടിച്ച് ഉള്ളിൽ ഞങ്ങളുടെ അടുക്ക് കാണാനൊക്കെ വരും. അപ്പോൾ പിന്നെ ഉറവ് വന്ന് ഇങ്ങനെ വെള്ളം ഇതാണ്. അത്യാവശ്യം നല്ല തണുപ്പും കാറ്റുമുള്ള ഇതൊക്കെയാണ്. നമ്മുടെ ഏറ്റവും ടോപ്പിലാണ് ഈ മലയുടെ. വീടൊക്കെ താഴ്ത്തിട്ടാണ്. നല്ല പാറയുടെ ഇവിടുന്ന് കാറ്റും ഇതൊക്കെ ഉണ്ട്. ദേ അവനവിടെ മീൻ പിടിക്കുന്നുണ്ട്. നമ്മളിവിടെ ആദ്യമായിട്ടൊന്നുമല്ല കേട്ടോ മീൻ പിടിക്കണം. അവിടെ 5-6 പ്രാവശ്യം നമ്മൾ വന്ന വീഡിയോ യൂട്യൂബിലൊക്കെ ഇട്ടിട്ടുണ്ട്. 2-3 കളഞ്ഞ് അലമ്പായിരുന്നു. അങ്ങനെയൊക്കെ ഇതായിട്ട് മീൻ കിട്ടണ വീഡിയോട്ടുള്ള അതാണ്. നമുക്ക് താഴ്ത്തിട്ട് തന്നെ പോവാം. പിന്നെ ഇതേ പോണ വഴിക്ക് നമുക്ക് അവിടെ നിന്ന് വ്യൂ കാണിച്ചു തരാം. നമ്മളിഞ്ഞേ നോമ്പൊക്കെ കഴിഞ്ഞ് ഈ സ്കൂളടിക്കുമ്പോൾ ബീച്ചിൽ പോയി അവിടെയൊക്കെ പോയി മീൻ പിടിക്കാൻ വരുന്നുണ്ടാവും. അവിടെയൊക്കെയാണ് മീൻ കിട്ടുമായിരിക്കും. കൊഞ്ച് അതൊക്കെ ഇട്ട് മീൻ കിട്ടുക അവിടെ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ലൈക്ക് സപ്പോർട്ട് ചെയ്യാം. ഞാൻ മീൻ കിട്ടി നോക്കാം. റെഡിയാ? എവിടെ പോണിയാ? അറ്റത്തിടാൻ പോണെയായിരിക്കും. നമ്മളിവിടെ കുളിക്കാൻ വരുന്നൊക്കെ പറയല്ലേ പിള്ളേർ. ആ സൈഡിൽ അറ്റത്തായിട്ട് ഇതുണ്ട്. വേണി ഇപ്പോൾ കാണാം. ഫുൾ കാടാറാണ് പോകാത്ത. അവനവിടെ നിന്ന് മീൻ അറിയാൻ പറ്റുക അവിടെ നിന്ന് കാണാം. ആ സൈഡിലായിട്ട് ഇങ്ങനെ ഇത് വല ഇട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ അപ്പുറം താഴ്ചയുള്ള അതൊക്കെ അവിടെ കുളിച്ചിറങ്ങി കുളിക്കാനൊക്കെ പറ്റും. പിന്നെ അവിടെ ആ അറ്റത്ത് ഭാഗത്തും കുളിക്കാം. ഞങ്ങൾ കുളിച്ചിട്ടുള്ള പണ്ട്. ഇപ്പോൾ വെള്ളം കൂടുതലാറാണ് പിന്നെ കുളിക്കാതെ. പാറമട കാരണം ചോർച്ചയിൽ ഇതൊക്കെ ഉണ്ടാവും, പൊടി അങ്ങനെയൊക്കെ ഉള്ളതാണ്. നമുക്ക് വേണമെങ്കിൽ അവിടെ വരെ പോയിട്ട്
അവിടെ ഇട്ട് പോവാം. അപ്പോൾ വിളിച്ചായിരുന്നു അവിടെ മീൻ പിടിക്കാനായി. അപ്പോൾ ഞാൻ കാണിച്ചു തരാം അവിടെ കുളിക്കണ എവിടെ മൊബൈലുണ്ട് കാണാ മൊബൈലിന് ശരി നോക്കാം. ആ സൈഡിൽ താറാവൊക്കെ ഉണ്ടോ? ദേ ഞാൻ പറഞ്ഞില്ലേ കുളിക്കാൻ പറഞ്ഞ സ്ഥലം, ദേ ആ ഭാഗത്ത് അവിടെ ഇറങ്ങി ഇങ്ങനെ കുളിക്കാം. ഇവിടെയൊക്കെ സെറ്റ് വ്യൂ ഉണ്ടാ. ദേ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണത് ഈ പാറോട. പിന്നെ അങ്ങ് കറങ്ങി അറ്റം വരെയും ഇങ്ങനെ പോവും. ദേ നമ്മൾ ചൂണ്ട അടച്ചുണ്ട്. ചൂണ്ട ഇവിടെ ഉണ്ട്, മറ്റേത് അവിടെ ഉണ്ട്. നല്ല സമയം 5:30 ആയിട്ട് നമ്മളിപ്പോൾ പോവും. നമ്മൾ ലാസ്റ്റായി എന്ന് പറഞ്ഞ ഇവിടെ വന്നാ ഉണ്ടാവും. കിളികളും കാക്കി എല്ലാം ഉണ്ട്. ഒന്നും കിട്ടല്ല, ചുമ്മാ കാറ്റാറിനങ്ങ് നീങ്ങിപ്പോണിയാണ്. നമുക്കത് വലിച്ചേക്കണം. അപ്പോൾ പോവാറേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ പറയുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ഫസ്റ്റ് കുറച്ചായിട്ടുള്ളൂ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്. അപ്പോൾ ബൈ.